ഗുഡ് മോർണിംഗ്. നമുക്ക് ബി എൻ എസിന്റെ പോർഷൻ SI മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിലെ BNSന്റെ പോർഷൻസ് എത്ര വന്നിട്ടുണ്ട്? 3 ക്വസ്റ്റ്യൻസ് ആണ് BNSൽ നിന്നും ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. Defense of insanity can be granted when it is proved that a person at the time of doing an act by reason of unsoundness of mind is capable of knowing nature of the act, that what he is doing is wrong, that what he is doing is contrary to law. അപ്പൊ നമ്മള് ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു പേരെന്ത് പറയും? ഇൻസാനിറ്റിയുടെ മറ്റൊരു പേരാണ് എന്ത്? അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് അല്ലേ? ഇൻസാനിറ്റിയുടെ മറ്റൊരു പേരാണ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. ഈ ഇൻസാനിറ്റി അല്ലെങ്കിൽ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? നമ്മൾ ജനറൽ എക്സെപ്ഷൻസ് ഓഫ് IPC അല്ലെങ്കിൽ BNSലാണ് കാണുന്നത്. ജനറൽ എക്സെപ്ഷൻസിനകത്ത് എവിടെയാ? സെക്ഷൻ 84 ഓഫ് IPCയിലാണ് ഇൻസാനിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത് സെക്ഷൻ 22 ഓഫ് BNSൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് വാട്ട് ഈസ് ഇൻസാനിറ്റി? ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന ഒരു പേഴ്സൺ, A എന്ന് പറയുന്ന ഒരു പേഴ്സൺ എന്തായിരിക്കും? അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ? നിങ്ങളുടെ മലയാളത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. മാനസികാവസ്ഥ തകരാറിലായ ഒരു വ്യക്തി. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഭ്രാന്തിനെതിരെ പ്രതിരോധം നൽകാവുന്നതാണ്. അപ്പൊ ഈ മാനസിക തകരാറിലായ വ്യക്തി അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, ഇൻസെയിൻ ഓർ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നതിന്റെ മലയാളം അർത്ഥം കിട്ടിയല്ലോ. മാനസിക നില തകരാറിലായ വ്യക്തി. അപ്പൊ വാസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ്, ആ വ്യക്തിക്ക് എന്താണ്? ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ബൈ ആൻ ആക്ട്, അയാൾ ഒരു പ്രവൃത്തി ആക്ട് വഴിയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പ്രവൃത്തി ചെയ്യുന്നു, പക്ഷെ അത് പ്രൂവ് ചെയ്യണം. ഈ ഇൻസാനിറ്റി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ്. ആ പേഴ്സൺ ആരാണോ ആ വ്യക്തി, ആ പേഴ്സൺ ഈ പ്രവൃത്തി ചെയ്യുന്ന സമയം അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, അയാളുടെ മാനസിക നില തകരാറിലായതുകൊണ്ട് ഈസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ്, അയാൾക്ക് വിത്തൗട്ട് നോളജ്, അറിവില്ലാതെയാണ് അയാൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്. എന്താണ് നേച്ചർ ഓഫ് ആക്ട്, എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് അയാൾക്ക് അറിയില്ല. ദാറ്റ് വാട്ട് ഹീസ് ഡൂയിങ് ഈസ് റോങ് ഓർ ഐദർ കോൺട്രറി ടു ലോ. പ്രൊവിഷനിൽ പറയുന്നത് അങ്ങനെയാണ്, സെക്ഷനിൽ പറയുന്നത്. അയാൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണോ അതോ നിയമത്തിനെതിരാണോ എന്നൊന്നും അയാൾക്ക് റോങ് ഓർ കോൺട്രറി ടു ലോ, ഇതൊന്നും അയാൾക്ക് തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് നമ്മൾ ഇൻസാനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊവിഷനകത്ത് നമ്മൾ പഠിച്ച സെക്ഷൻസ് എല്ലാം ആഡഡ് ആണല്ലോ. നേച്ചർ ഓഫ് ദി ആക്ട് സെക്ഷനിലുള്ളതാണ്. ദാറ്റ് വാട്ട് ഹി ഈസ് ഡൂയിങ് ഈസ് റോങ് സെക്ഷനിലുള്ളതാണ്. ദാറ്റ് വാട്ട് ഹി ഈസ് ഡൂയിങ് ഈസ് കോൺട്രറി ടു ലോ അതൊരു സെക്ഷനിലുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓപ്ഷൻ ഡി കറക്റ്റ് ആയത്. ഐദർ A, B or C. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സെക്ഷനിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി അടുത്തത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്, അപ്പൊ അതിന്റെ മലയാളം നോക്കിയേ. മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഭ്രാന്തിനെതിരെ പ്രതിരോധം നൽകുന്നതാണ് പ്രവൃത്തിയുടെ സ്വഭാവം. അയാൾക്ക് അറിയത്തില്ല, നേച്ചർ ഓഫ് ദി ആക്ട്, അയാൾ ചെയ്യുന്നത് തെറ്റാണ്. വെദർ ഹി ഈസ് ഡൂയിങ് റോങ്, അത് അയാൾക്ക് അറിയത്തില്ല, അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. വെദർ കോൺട്രറി ടു ലോ. അപ്പൊ ഈ 3 കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഓപ്ഷൻ ഡി കറക്റ്റ് ആയത്. അപ്പൊ ക്ലിയർ ആയല്ലോ വാട്ട് ഇസ് ഇൻസാനിറ്റി. ഇനി അടുത്തതാണ് സ്റ്റോക്കിംഗ്. സ്റ്റോക്കിങ്ങിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 1 സെക്കൻഡ്. അപ്പോ which of the following will not fall under the offense of stalking? Following a woman, monitoring the use of internet by a woman, capturing image of a woman engaging in a private act, contacting a woman to foster personal interaction. ഇപ്പൊ നമ്മുടെ സെക്ഷൻ 78 ഓഫ് BNSലാണ് എന്ത് സ്റ്റോക്കിങ്ങിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് IPCയിലുള്ളതാണോ അതോ പുതിയതായിട്ട് BNSൽ ആഡ് ചെയ്തതാണോ? ഒഫൻസസ് എഗെയിൻസ്റ്റ് വിമൻ, അതായത് എ മാൻ എഗെയിൻസ്റ്റ് എ വിമൻ എന്നുള്ളതാണ് പ്രൊവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾ. അപ്പോൾ ഇത് IPCയിൽ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഒഫൻസ്, ഈ പറയുന്ന ഒഫൻസ് BNSലാണോ ആദ്യമായിട്ട് വന്നത് എന്നൊക്കെ നമുക്കൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. Now, which of the following will not fall under offense of state? എന്തിനാ സ്റ്റോക്കിംഗ്? അപ്പോ ഒഫൻസ്, സ്റ്റോക്കിങ്ങിന്റെ ഒഫൻസിനകത്ത് വരാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നായിരുന്നു ചോദിച്ചിരിക്കുന്നത്. താഴെയുണ്ട്
അപ്പൊ സെക്ഷൻ 78 ക്ലോസ് 1ലാണ് വാട്ട് ഈസ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. സെക്ഷൻ 78 ക്ലോസ് 2ലാണ് അതിന്റെ പണിഷ്മെന്റ് തന്നിട്ടുള്ളത്. 3 വർഷമാണ് ആദ്യമായിട്ട് ഈ തെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ. അടുത്ത് രണ്ടാം തവണ ഈ തെറ്റ് വീണ്ടും ചെയ്താൽ 3 ഇയേഴ്സ് എന്നുള്ളത് 5 വർഷത്തേക്ക് മാറ്റും. 5 ഇയേഴ്സ് ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ ആവും. ഓക്കെ, അപ്പൊ താഴെ പറയുന്നവയിൽ എന്താണ് പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത്? അതിന്റെ കീഴിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് നോട്ട് ഫോൾ അണ്ടർ ഇറ്റ്. സോ ഒരു സ്ത്രീയെ പിന്തുടരൽ, അപ്പൊ അത് ആ പ്രൊവിഷനകത്തുള്ളതല്ലേ, അതുകൊണ്ടാണ് അത് ആ പ്രൊവിഷൻ ആ ക്ലോസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ആ ഓപ്ഷൻ ഇല്ല, കട്ട് ചെയ്തു. അതേപോലെ ഒരു സ്ത്രീയുടെ ഇന്റർനെറ്റ് ഉപയോഗം നിരീക്ഷിക്കൽ, ഇത് നമ്മുടെ പ്രൊവിഷനകത്തുള്ളതാണല്ലോ. ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പകർത്തൽ, ഇതെന്തിൽ വരത്തില്ല, നമ്മുടെ പ്രൊവിഷനിൽ ഇല്ല. പക്ഷെ BNS ഒഫൻസസ് അഗെയിൻസ്റ്റ് വിമനിൽ ഒരു സെക്ഷനിൽ ആഡ് ചെയ്യപ്പെട്ടതാണ് ഈ പറയുന്ന പ്രൊവിഷൻ. അതൊന്ന് താഴെ കമന്റ് ചെയ്യുക. അതേപോലെ വ്യക്തിപരമായ ഇടപെടൽ വളർത്തുന്നതിനായി ഒരു സ്ത്രീയെ ബന്ധപ്പെടൽ, ഇത് നമ്മുടെ പ്രൊവിഷനിൽ വരുമല്ലോ. അതുകൊണ്ട് എയും ബിയും ഡിയും നമ്മൾ ക്യാൻസൽ ചെയ്തു. സി ആണ് ഈ പറയുന്ന പ്രൊവിഷനിൽ വരാത്തത്. എന്താണ് ഈ സെക്ഷനകത്ത്, സെക്ഷൻ 78 സ്റ്റോക്കിങ്ങിനകത്ത് എന്താണ് ഡെഫിനിഷൻ എന്നറിയാമോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ മാൻ, നമ്മുടെ ഡെഫിനിഷനകത്ത് സെക്ഷൻ 78 ക്ലോസ് 1ലാണ് വോട്ട് സ്റ്റോക്കിംഗ് എന്നുള്ളത് പറയുന്നത്. പ്രൊവിഷനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സെക്കൻഡ്, എനി മാൻ, എ മാൻ അല്ല, എനി മാൻ, ഏതൊരു വ്യക്തിയും, എനി മാൻ എഗെയിൻസ്റ്റ് എ വിമൻ. ആരാണ് എനി മാൻ ഹു ഫോളോസ് എ വിമൻ ആൻഡ് കോണ്ടാക്ട്. അതായത് നമ്മൾ ഒഫൻസസ് എഗെയിൻസ്റ്റ് എ വിമൻ ആണ് ഇതിനകത്ത് സെക്ഷൻ 78. അതേപോലെ കുറെ പ്രൊവിഷൻസ് ഉണ്ട്, അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇതിനകത്ത് എക്സാമിന് ചോദിച്ചിരിക്കുന്നത് 78 ആണ്. എനി മാൻ ഹു ഫോളോസ് എ വിമൻ കോണ്ടാക്ട്, അത് സെക്ഷൻ 78 ക്ലോസ് 1 സബ് ക്ലോസ് 1ലാണ്. ഫോളോസ് എ വിമൻ ആൻഡ് കോണ്ടാക്ട് ഓർ അറ്റംപ്റ്റ്സ് ടു കോണ്ടാക്ട് സച്ച് വിമൻ to foster personal interaction repeatedly despite a clear indication of disinterest by such women. അപ്പൊ ആ സ്ത്രീയെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, അവരുമായിട്ട് പേഴ്സണൽ ഇന്ററാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. താഴെ തന്നിട്ടുണ്ട്. ഒരു വ്യക്തിപരമായ ഇടപെടൽ വളർത്തുന്നതിന് വേണ്ടിയിട്ട്. എന്താണ്? റിപ്പീറ്റഡ്ലി ഡെസ്പൈറ്റ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് ഡിസ്ഇൻട്രസ്റ്റ്. അവര് ആ സ്ത്രീ പറ്റത്തില്ല എന്ന ഡിസ്ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചാൽ പോലും വീണ്ടും റിപ്പീറ്റഡ്ലി ആവശ്യപ്പെടുക, അങ്ങനെ ഫോളോ ചെയ്യുന്നു. രണ്ടാമത് സെക്ഷൻ 78 ക്ലോസ് 1 സബ് ക്ലോസ് 2ലാണ് പറയുന്നത് മോണിറ്റേഴ്സ് യൂസ് ബൈ എ വിമൻ ഓഫ് ഇന്റർനെറ്റ്, ഇമെയിൽ ഓർ അതർ ഫോം ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റ്സ് ദ ഒഫൻസ് ഓഫ് സ്റ്റോക്കിംഗ്. അപ്പോൾ ആ സ്ത്രീ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റോ ഇമെയിലോ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും ഇലക്ട്രോണിക് പരമായിട്ടുള്ള എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിനെല്ലാം നിങ്ങൾ നിരീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാൻ നിരീക്ഷിക്കുന്നു. എ എന്ന് പറയുന്ന, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്ന? എ എന്ന് പറയുന്ന ഒരു മാൻ, ബി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കാര്യങ്ങൾ ഏർപ്പെടുന്നതിനെയാണ്. അതായത് പിന്തുടരുക, അല്ലെങ്കിൽ വ്യക്തിപരമായ ഇടപെടൽ വളർത്തുന്നതിന് വേണ്ടി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഇന്റർനെറ്റ് ഉപയോഗം നിരീക്ഷിക്കുക. ഇതൊക്കെയാണ് ആ പ്രൊവിഷനകത്ത് വരുന്നത്. ഓക്കെ, പ്രൊവിഷൻ ക്ലിയർ ആയോ? നമുക്ക് അപ്പൊ അതിന്റെ ആൻസർ ക്യാപ്ചറിങ് ദ ഇമേജ് ഓഫ് എ വിമൻ എൻഗേജിങ് ഇൻ പ്രൈവറ്റ് ആക്ട്, ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്ഷൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 40, നമ്പർ 40 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പ്രൈവറ്റ് ഡിഫൻസ്? പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം പ്രൈവറ്റ് ഡിഫൻസ് എന്താണെന്ന് അറിയണ്ടേ? സെക്ഷൻ 96 to 106, 96 മുതൽ 106 IPC അല്ലെങ്കിൽ 34 മുതൽ 44 ഓഫ് BNS-ലാണ് എന്താണ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്, അല്ലെ? പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത്, പ്രൈവറ്റ് ഡിഫൻസ് തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ബോഡി, പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ബോഡി ആൻഡ് പ്രോപ്പർട്ടി. നമ്മുടെ ശരീരത്തിന്റെ പ്രൈവറ്റ് ഡിഫൻസ്, പ്രതിരോധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തടയാനുള്ള അവകാശം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ ആരും ഉപദ്രവിക്കാനായിട്ട് ക്രിമിനലി ആക്ട് ഒന്നും ചെയ്യാൻ, ക്രിമിനൽ ലയബിലിറ്റി വരാൻ പാടില്ല. ഒരു പ്രവൃത്തി, എ എന്ന് പറയുന്ന ഒരു പ്രവൃത്തി